ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ PV സാദിഖ് അവർകൾ, HM നല്ലൊരു മോട്ടിവേറ്റീവ് സ്പീക്കർ കൂടിയായിട്ടുള്ള ഹുസൈൻ മാസ്റ്റർ, സീനിയർ അസിസ്റ്റന്റ് സുഹൃത്തു കൂടിയായ സുരേഷ് സർ, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹ്മാൻ സർ, ഹഫ്സ ടീച്ചർ, ജസീറ ടീച്ചർ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, സ്കൂൾ ലീഡർ ഹന്ന ഫാത്തിമ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രിയ രക്ഷിതാക്കളെ, നമ്മൾ നന്മ മലയാളം എന്ന പേരിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം വളരെ മനോഹരമായി ആഘോഷിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട് ഇത്തരത്തിൽ മാതൃഭാഷയെ നെഞ്ചേറ്റി സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി കൂട്ടുകാരെല്ലാവരും ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്. അതിന് നേതൃത്വം നൽകുന്ന അധ്യാപക സുഹൃത്തുക്കൾക്കും അതേപോലെ രക്ഷിതാക്കൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. വള്ളത്തോൾ നമുക്ക് മുമ്പ് ചൊല്ലിത്തന്നിരുന്നു, മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മറ്റു ഭാഷകളെല്ലാം വളർത്തമ്മമാരും, എന്നാൽ മാതൃഭാഷ അത് പെറ്റമ്മയെപ്പോലെ നമുക്ക് അമ്മിഞ്ഞപ്പാൽ മധുരം നൽകുന്നത് ആണ് എന്നുള്ളതാണ് കവി നമുക്ക് സൂചിപ്പിച്ചത്, അല്ലേ? ഏത് ശാസ്ത്രമായാലും വേദമായാലും മാതൃഭാഷയിലാണ് അഭ്യസിക്കേണ്ടത് എന്നുകൂടി കവി ഓർമ്മപ്പെടുത്തിയിരുന്നു. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. പൂർണ്ണ വളർച്ച നേടണമെങ്കിൽ അത്തരത്തിൽ മാതൃഭാഷയിൽ കൂടി തന്നെ അഭ്യസിക്കണം എന്നാണ് എല്ലാവരും, എല്ലാ വിചക്ഷണന്മാരും നമ്മോട് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ മാതൃഭാഷയുടെ പ്രാധാന്യം തിരിച്ചറിയണം. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ദിനം. ഓരോ ദിനാചരണങ്ങളും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിദ്യാരംഗത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിലെ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ദിനാചരണങ്ങളെല്ലാം നമ്മൾ മനോഹരമാക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് പ്രതിസന്ധി കാലഘട്ടത്തിലും നമ്മൾ ഓൺലൈൻ മീഡിയയിലൂടെ എല്ലാ പരിപാടികളും വളരെ കാര്യക്ഷമമായി നടത്തുന്നുണ്ട്. നിങ്ങളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എല്ലാവരും ഒപ്പം കൂടി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ മികവാർന്നതാക്കുന്നുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത്, മുന്നിൽ നിൽക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് വിദ്യാർത്ഥിനികളെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. മാതൃകകളില്ലാത്ത കാലമാണ്. നമ്മൾ ഓരോരുത്തരും മാതൃകകളായി മാറി ഈ ഒരു കാലഘട്ടത്തെ വളരെ ശുചിത്വത്തോടെ അകലം പാലിച്ചുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ പുലരണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മലയാളത്തെക്കുറിച്ചുള്ള, നമ്മളുടെ കേരളത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു മാപ്പിളപ്പാട്ട് PT അബ്ദുറഹ്മാൻ രചിച്ച ആ ഒരു മാപ്പിളപ്പാട്ട് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. മലയാളക്കര എന്ന പേരിൽ അറിയുന്ന മലരൊത്ത നാടിൻ പൂകൾ പാടട്ടെ, ഇളം പച്ച വയനീലത്തോട് മലമേട ഇളനീർ കുളിർപ്പാട്ട് പാടട്ടെ. മുന്നം തന്നെ കവി തുഞ്ചൻ കീളിപ്പാട്ടൊന്നൊരുക്കി, മുന്നിൽ വന്ന കവി കുഞ്ചൻ പാട്ട് ഒന്ന് കീലുക്കി, മോയിൻകുട്ടി കവി മുഞ്ചൻ മാപ്പിളപ്പാട്ടിളക്കി, മുഴുവനായി ജനം ജിഞ്ചിൽ ജിലു ജിലു മുഴക്കി, ഉന്തുന്തുന്തുന്താളെയുന്തന ദശലിന്മേൽ പൊന്തും ചിന്തും ചേറുശേരിയും തരികിട താരിതത്തരികിട ധരിച്ചണ് താരിതത്തരികിട ധരിച്ചണ് മലയാളം. ആ മലയാളക്കര എന്ന പേരിൽ അറിയുന്ന മലരൊത്ത നാടിൻ പൂകൾ പാടട്ടെ. വിഖ്യാതനം തകഴിയും ചെമ്മീനുമുണ്ടിവിടെ, വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമിവിടെ, വിടർന്നതും വിലസുന്ന പ്രതിഭയുണ്ടിവിടെ, വിലസുന്ന മലയാള മൊഴികളുണ്ടിവിടെ, കലയുടെ ചിലങ്കയിട്ട് മലനാട് പല നാടിനറിയപ്പെട്ട്, തരികിട താരിതത്തരികിട ധരിച്ചണ് താരിതത്തരികിട ധരിച്ചണ് മലയാളം. ആ മലയാളക്കര എന്ന പേരിൽ അറിയുന്ന മലരൊത്ത നാടിൻ പൂകൾ പാടട്ടെ. മലയാളത്തെക്കുറിച്ച് എത്ര പാടി പുകഴ്ത്തിയാലും നമുക്ക് മതിവരില്ല. ടീച്ചർ ചേർത്ത് വെച്ച ഒരു ലളിതഗാനത്തിൻ്റെ വരികൾ കൂടി ആലപിക്കുകയാണ്. മലയാളമേ മലയാളമേ മനതാരിൽ മധുവൂറും കുളിരോർമനീ, പുളകപ്പൂവിരിയും നറുനിലാച്ചിരി തൂകി കുണുങ്ങി കുണുങ്ങി വരും മലയാളമേ മലയാളമേ
മലയാളമേ. ആകാശവാണിയിലുണ്ടായിരുന്നു ഈ ലളിതഗാനം. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള മലയാളത്തെക്കുറിച്ചുള്ള കവിതകളും കഥകളും ഒക്കെ നിങ്ങളും എഴുതണം. നമ്മുടെ മലയാളത്തിൻ്റെ മഹത്വം പാടി പുകഴ്ത്തണം. ഒരിക്കൽ കൂടി ഈ മാതൃഭാഷാ ദിനത്തിന്, അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം നിങ്ങളുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.